ഹലോ ഗായ്സ്, അങ്ങനെ ഷോപ്പിൻ്റെ ഒരുവിധ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. നാളെ ഐശ്വര്യമായിട്ട് രാവിലെ കട തുറന്ന് കച്ചവടം അങ്ങോട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ ഇന്ന് അതിൻ്റെ മുന്നോടിയായിട്ട് ബാക്കിയുള്ള എല്ലാ പണികളും തീർക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. വൈകുന്നേരം അപ്പോൾ ഞാനും അക്ഷയും അഭിയും കൂടി ഇങ്ങോട്ട് പോകുന്നു. ഇനി ആദ്യം തന്നെ ഇവിടെ ക്ലീൻ ആക്കണം. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ആദ്യം വെയിറ്റ് മെഷീൻ അങ്ങോട്ട് ചാർജ് ഇട്ടേക്കാന്ന് കരുതി. കാരണം നാളെ കച്ചവടം തുടങ്ങുമ്പോൾ ഏറ്റവും അധികം ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ മെഷീൻ. ഇതിപ്പോൾ ചാർജ് ഇട്ടില്ലെങ്കിൽ നാളത്തെ കാര്യം മൊത്തം പാളിപ്പോവും. അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ അതങ്ങോട്ട് ചാർജിലിട്ടു. അതിനുശേഷം ക്ലീനിങ് തുടങ്ങി. സത്യം പറഞ്ഞാൽ ചെറിയൊരു മണ്ടത്തരം പറ്റിപ്പോയി. ഈ സ്റ്റോക്കൊക്കെ അവിടെ എത്തിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ നോക്കേണ്ടതായിരുന്നു. പക്ഷേ ചില തിരക്കുകൾ കാരണം പറ്റിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒതുക്കി വെക്കണം, കുറച്ച് ടേബിളും കാര്യമൊക്കെ പുറത്തേക്ക് ഇടണം, എന്നാലേ ഇവിടെ വൃത്തിയായിട്ടൊന്ന് തൂക്കാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യേണ്ട പണി ചെയ്തല്ലേ പറ്റൂ. ഈ റേക്കൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ മൊത്തം പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വെച്ച് പോയതാണ്. പക്ഷേ ഇപ്പം വന്ന് നോക്കിയപ്പോൾ ഫ്ലോറുള്ളതിൻ്റെ ഇരട്ടി പൊടിയാണ് ഈ റേക്കിലൊക്കെ ഉള്ളത്. റോഡ് സൈഡിലുള്ള കടയാനെ കൊണ്ട് തന്നെ പൊടിക്ക് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ആദ്യം ഈ റേക്ക് ക്ലീൻ ആക്കണം, അതിനുശേഷം വേണം ഫ്ലോർ റെഡിയാക്കാൻ. ഇന്ന് രാവിലെയാണ് നാളെ അങ്ങോട്ട് കട തുറക്കാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ കൂടുതൽ എല്ലാവരും ഇന്ന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അക്ഷയ് അഭിയും മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ പണിക്കെടുക്കാനൊരു വൈബാണ്. ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ കൂടെ മൊത്തത്തിലൊരു ഷോക്കായിരുന്നു. അവന്മാരൊക്കെ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. അവരും കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊളി വൈബ് ആയിരിക്കും. പിന്നെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീരും ചെയ്യും. അതുവരെ ഞങ്ങളിങ്ങനെ ഉന്തിത്തള്ളി പണിയൊക്കെ തീർക്കുക. പിന്നെ അല്ലറ ചില്ലറ പണിയൊക്കെ ആദ്യം തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചെങ്കിലും പണി തീർന്നു കിട്ടില്ലെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൽ ചില പണികളൊക്കെ ഞങ്ങൾ രണ്ടാമതും അഴിച്ചു പണിയേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ കമ്പ്യൂട്ടർ. ഇത് ഫിറ്റ് ചെയ്ത് മൊത്തം റോങ് ആയിട്ടാണ്. അത് പിന്നെയും ഞങ്ങൾ രണ്ടാമതും അയച്ച് റീസെറ്റ് ചെയ്ത് അങ്ങനെ കുറേ സമയം ഞങ്ങൾ കമ്പ്യൂട്ടറിൽ കളിച്ചു പോക്കി. പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പണി വെച്ച് നോക്കുമ്പോൾ ഈ പണിയൊന്നും ഒരു പണിയേ അല്ലായിരുന്നു. കാരണം ഇനിയാണ് യഥാർത്ഥ പണികൾ തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾ പതുക്കെ സിസ്റ്റത്തിൻ്റെ പണി കഴിഞ്ഞ ശേഷം അവിടെ കൊണ്ടുവച്ചൊരു പെട്ടി ഉണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിച്ച് നോക്കി. എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ അതിലുള്ളതെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതിൽ വെളുക്കുതിരി, പേന, റബ്ബർ, പെൻസില്, കയറ്, കട്ടറ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളായിരുന്നു. അപ്പോഴേക്കും അഭി വീണ്ടും അടുത്ത പെട്ടിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു നമ്മുടെ അഭിനന്ദ് ഇപ്പോൾ കാറായിട്ട് വരും, അതിൽ നിറയെ സ്റ്റോക്കാണ്. അവൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം വയറിങ്ങിൻ്റെ പണിയൊക്കെ തീർത്തു. കാരണം രാത്രി ആയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം റാക്കിൻ്റെ ബാക്കിൽ ഷീറ്റ് വെക്കണം. കാരണം സാധനം ബാക്കോട്ട് മറിഞ്ഞു വെക്കാതിരിക്കാൻ ഇത് നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ അളന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനും കുറച്ച് പണിയുണ്ട്. കാരണം അളവൊന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഷീറ്റ് രണ്ടാമതും കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അക്ഷയ് എപ്പോഴാണ് ചൂടാവുക എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളധികം അവനെ വെറുപ്പിക്കാൻ നിന്നില്ല. അവൻ്റെ ഇഷ്ടത്തിന് പണി കെട്ടി വിചാരിച്ചു. അപ്പോഴേക്കും അഭിനന്ദ് പണി കഴിഞ്ഞ് കാറിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അത് എന്തായാലും ഇപ്പോൾ ഷോപ്പിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമെന്ന് അറിയുന്നതിനെ കൊണ്ട് അത് കാർ തന്നെ വെച്ചു. ഷോപ്പിൻ്റെ ഉള്ളിലുള്ള പോലെ തന്നെ കാറിൻ്റെ ഉള്ളിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി റാക്ക് കയറ്റിയാലേ അതിൻ്റെ ഭംഗി അങ്ങോട്ട് മനസ്സിലാവും. പിന്നെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഓരോരോ നാട്ടുകാരായിട്ട് വന്ന് ഷോപ്പിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തന്നത്. കാരണം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പകുതി ഹാപ്പിയായി. അഭിയും കൂടി പണി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അവൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടാവാം ഇനി ബാക്കിയുള്ള പണിന്. അങ്ങനെ എന്ത് കഴിക്കുന്നു വിചാരിച്ചു നോക്കുമ്പോൾ അഭി തൊട്ടടുത്ത് നല്ല മസാല ദോശ കിട്ടുന്ന ഒരു കടയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ എത്തി നല്ല 4 മസാല ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഓരോ ഓംപ്ലേറ്റും അതും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. പിന്നെ പറയണ്ടല്ലോ, പണിയെടുക്കാനൊക്കെ ഡബിൾ എനർജി എല്ലാവർക്കും അങ്ങോട്ട് ബൂസ്റ്റായി. സാധനങ്ങളൊക്കെ റാക്ക് കയറ്റാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര ഉഷാറായി. കാരണം ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കയറ്റാനേ ഉള്ളൂ. ഞാനും അഭി അക്ഷയും കൂടി അവിടെയുള്ള പെട്ടിയുള്ള സാധനവും ബില്ലുള്ള സാധനങ്ങളും ക്രോസ് ചെക്ക് ചെയ്ത് റാക്ക് കയറ്റി. അപ്പോഴേക്കും അഭിനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരവിടെയുള്ള പരിപ്പ്, പഞ്ചസാര, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തൂക്കി ഓരോരോ കവറിലാക്കി പാക്ക് ചെയ്യാനും തുടങ്ങി. എന്തായാലും ആൾക്കാർ കൂടിയപ്പോൾ പണിയും വേഗത്തിൽ തീരാൻ തുടങ്ങി. പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ളൊരു കുറവ് എന്ന് പറഞ്ഞാൽ ഭീമൻ്റെ അഭാവം. ആശ അവിടെ ഇല്ലാത്തത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഒരൊച്ചപ്പാടും ബഹളമൊക്കെ ഇത്തിരി കുറവാണ്. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഒന്നും കൂടി ഉഷാറാവുമായിരുന്നു. അവനാണെന്ന് ഡ്യൂട്ടിക്ക് കയറി. ഇനി നാളെ രാവിലെ ഇറങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും നാളെ രാവിലെ ഇനാഗ്രേഷൻ ടൈം ആകുമ്പോൾ ആശ അവിടെ എത്തുന്നതാണ് പറഞ്ഞത്. ഞങ്ങളെന്തായാലും പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ സോപ്പ്, ഡിറ്റർജൻറ്റ്, ഹാർപ്പിക്ക് ഇതൊക്കെ റാക്ക് കയറ്റി. അതിനുശേഷം ഞങ്ങൾ അബീൻ്റെ കാർ അങ്ങോട്ട് തുറന്ന് അതിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു. സത്യം പറയാലോ, ഷോപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അത്രയും പെട്ടി ഞങ്ങൾക്ക് എണ്ണി തീർക്കാൻ എത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഇവൻ്റെ കാർ കൊണ്ടുവന്ന സാധനങ്ങൾ ഫുള്ള് ബിസ്ക്കറ്റ്, നൂഡിൽസ്, ലേസ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. അത് എണ്ണി സൈഡായി എന്ന് പറയാം. കാരണം അത്രയേറെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ സാധനവും എടുത്ത് അതിൻ്റെ എണ്ണൊക്കെ ക്ലിയറാക്കി റാക്ക് കയറ്റുമ്പോഴത്തേക്കും നല്ല ടൈം അതിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ലേസ് അതും ഇതേപോലെ തന്നെ കുറേ ഫ്ലേവേഴ്സ്, പിന്നെ നൂഡിൽസ് ഇതെല്ലാം കൂടി കുറച്ച് ഉണ്ടായിരുന്നു. അതങ്ങോട്ട് റാക്ക് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഷോപ്പ് അങ്ങോട്ട് നിറഞ്ഞെന്ന് പറയാം.
പിന്നെ അങ്ങനെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ പരിപാടിയൊന്നുമില്ല. രാവിലെ ഐശ്വര്യമായിട്ട് വെളുക്കം കത്തിച്ച് കച്ചവടം അങ്ങോട്ട് തുടങ്ങും, കുറച്ച് ആൾക്കാർക്ക് ലഡുവും കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഉദ്ഘാടനം. എന്തായിട്ടുണ്ടെങ്കിലും ഈ ഒരു സംരംഭം ഞങ്ങൾക്ക് എങ്ങനെ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. രാത്രി ഫ്രീസറും കൂടി ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. പിന്നെ ചെറിയൊരു പണി പാളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ നല്ല ഉറക്കം ഉറങ്ങിപ്പോയി. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തി. അതിനവൻ്റെ വാലിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടു. എന്നാലും കുഴപ്പമില്ല, കൃത്യസമയത്ത് ഭീമൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തൊക്കെയോ പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു. ബില്ല് നോക്കിയപ്പോ ഞങ്ങൾ നീ പൈസ കൊടുക്കണ്ടല്ലോ. ഞാൻ കഴിക്കില്ല. അപ്പൊ എല്ലാവർക്കും കൂടി കമ്പനി എക്സ്പെൻസിലെ പോയതാ. എന്താ പർച്ചേസ് ചെയ്യാൻ വിട്ടു. ഞാൻ വേണം പർച്ചേസ് ചെയ്തതാണ്. വെള്ളിങ്ങാടി പോയിട്ട് 20 വേസ്റ്റ് 18 എടുത്തേക്ക്. 40 രൂപ സന്തൂറിനോ? വേറെ 5 ലിറ്റർ എടുത്തു. ആ പിന്നല്ലാണ്ട് പിന്നെ സന്തൂറിട്ടുണ്ടോ? പിന്നെ ഒരു കുപ്പി വെള്ളം, ഒരു ലേസ്, ഒരു 45 കൂടി ആയാലും പ്രശ്നം കിട്ടോ. സോപ്പാണ്ട കണ്ണല്ലേ സോപ്പിനാണ്. $10 കൂടി സോപ്പാണോ? സത്യല്ലേ വെറുതെ കയറി കഴിഞ്ഞ് തനിക്കൊന്ന് തേച്ചാൽ റെഡി ആവില്ല കേട്ടോ. പൈസ കാറ്റ്